മഹാലക്ഷ്മി സീരിയലിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സീമന്തിനി സ്വാതിയോടായിട്ട് പറയുന്നുണ്ട്, ഇന്ന് രാവിലെ കാപ്പി ഞാൻ 2 കൊണ്ടുപോയി കൊടുത്തു. എന്നും അങ്ങനെയൊന്നും പറ്റില്ല, അവളുടെ വീട്ടിലെ ദുർഗയെല്ലാം ചെയ്യുമായിരുന്നു. ഇത് പക്ഷെ അവളുടെ വീടൊന്നുമല്ല, അവൾ കയറി വന്ന വീടാണ്. ഇവിടെ ആവശ്യത്തിന് അടുക്കളപ്പണിയൊക്കെ പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവൾ ആവശ്യത്തിന് പൊന്നും പണവും ഒക്കെ കൊണ്ടാണ് ഇവിടേക്ക് വരേണ്ടിയിരുന്നത് എന്നെല്ലാം സീമന്തിനി മഞ്ജുവിനെ കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ, ഒന്ന് പതുക്കെ പറ, മഞ്ജു എടുത്ത് കേട്ട് കഴിഞ്ഞാൽ മോശമാണെന്നെല്ലാം സ്വാതി പറയുമ്പോൾ, കേൾക്കുന്ന രീതിയിലൊക്കെ ഇനി സംസാരിച്ച് തുടങ്ങേണ്ടി വരുമെന്ന് സീമന്തിനി പറയുന്നുണ്ട്. ഇതേ സമയം വാമൻ വരികയാണ്. പിള്ളേർക്ക് ചായ കൊടുത്തോ എന്ന് വാമൻ ചോദിക്കുമ്പോൾ കൊടുത്തു. ഇപ്പൊ രണ്ടുപേരും അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാണെന്നും സ്വാതി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മോൾക്ക് 1-2 ആലോചനകൾ വന്നിട്ടുണ്ട്, അതൊക്കെ നടത്തണമെങ്കിൽ കോടികളുടെ ചെലവുണ്ടെന്നെല്ലാം സീമന്തിനി പറയുമ്പോൾ, അതൊക്കെ എനിക്കറിയാമെന്ന് വാമൻ പറയുമ്പോൾ, കണ്ണൻ മുന്നിൽ നിന്ന് മഞ്ജുവിന്റെ കല്യാണം മാത്രമല്ല ഇവളുടെ കല്യാണവും നടത്തും എന്നുള്ള കണക്കുകൂട്ടലായിരുന്നു നമ്മള്. പക്ഷെ ഇപ്പൊ ആ പ്രതീക്ഷയൊക്കെ പോയി. ഇനി ഇവളുടെ കല്യാണം നടത്താൻ നമ്മൾ എന്ത് ചെയ്യുമെന്നെല്ലാം സീമന്തിനി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മേഘനും മഞ്ജുവും വരുന്നത് കാണുമ്പോൾ അവർ തൽക്കാലം ആ സംസാരം നിർത്തുകയാണ്. തുടർന്ന് മറുവീട് കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ആരും വരാത്തതിന്റെ വിഷമം മഞ്ജുവിനുണ്ട് എന്ന് മേഘൻ പറയുമ്പോൾ, അത് അന്യ വീടൊന്നും അല്ലല്ലോ, അവിടേക്ക് ഇനി എന്തിന് എല്ലാവരും കൂടി പോകുന്നതെന്നെല്ലാം സീമന്തിനി ചോദിക്കുന്നുണ്ട്. എന്നാലും എല്ലാവരും ഒരുമിച്ച് പോകാമായിരുന്നു എന്ന് മഞ്ജു പറയുമ്പോൾ, അത് സാരമില്ല, അവിടെ നിന്ന് നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ പോയി കറങ്ങിയിട്ട് വന്നാൽ മതി. ഹണിമൂൺ ട്രിപ്പ് വല്ലതും ഉണ്ടെങ്കിലും അതും ആയിക്കോ, മോളുടെ വീടും ഈ വീടും ഒന്ന് തന്നെ അല്ലേ എന്നെല്ലാം വാമൻ മഞ്ജുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തുടർന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് സ്വാതി ചോദിക്കുമ്പോൾ, അതെല്ലാം അമ്മ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് മഞ്ജുവും പറയുന്നുണ്ട് കേട്ടോ. ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് മഞ്ജുവും മേഘനും പോവാണ്. അങ്ങനെ മഞ്ജുവും മേഘനും പോയതിനു ശേഷം അവളുടെ സ്വർണത്തിൽ നിന്നും ഒരു 10-75 പവൻ സ്വാതിക്കായിട്ട് മാറ്റി വെക്കണം, പിന്നെ ബാക്കി വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് സീമന്തിനി പറയുമ്പോൾ, അവരിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും അവളോട് പറയരുത്, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഇതൊന്നും ഇഷ്ടമാവില്ല എന്നെല്ലാം വാമൻ പറയുമ്പോൾ, ഇനി അവളുടെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ കാര്യം നോക്കണം, കണ്ണൻ്റെ കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിലും അവനെ ഈ കല്യാണത്തിന് സഹകരിപ്പിക്കണമായിരുന്നു എന്നെല്ലാം സീമന്തിനി പറയുന്നുണ്ട് കേട്ടോ. മഞ്ജുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് അവൻ പിണങ്ങിയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്നെല്ലാം സീമന്തിനി പറയുമ്പോൾ, അതിന് പറ്റണ്ടേ എന്ന് വാമൻ തിരിച്ചു ചോദിക്കുകയാണ്. ശേഷം അമ്മയ്ക്ക് ഈ കല്യാണം കഴിഞ്ഞത് മുതൽ ഒരു പിരി ഇളകിയിരിക്കുകയാണെന്ന് സ്വാതി പറയുമ്പോൾ, നല്ല നല്ല ബന്ധങ്ങൾ വരുമ്പോൾ അത് നടക്കണമെങ്കിൽ മാന്യമായിട്ടുള്ള എന്തെങ്കിലും തന്നു വിടണം, എന്നും നിന്നെ ഈ വീട്ടിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, പ്രായം 10-21 കഴിഞ്ഞു, മറക്കണ്ട നിങ്ങളും എന്ന് വാമനെയും ഓർപ്പിച്ച് സീമന്തിനി അവിടെ നിന്നും പോവാണ് കേട്ടോ. ശേഷം മോളെ വിഷമിക്കണ്ട, പ്രതാപൻ ചില പ്ലാനിങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വാമൻ പറയുമ്പോൾ, കല്യാണത്തിന് മുൻപ് അങ്ങനെ പ്ലാൻ ചെയ്ത ആളാണ് അങ്ങോട്ട് പോയത്, അച്ഛൻ്റെ മോൻ, എന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ, കണ്ണനും മഹാലക്ഷ്മിക്കും വെച്ച കണിയിൽ അച്ഛനും മോനും പ്രതാപങ്ങളും പോയി വീഴാതിരുന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് സ്വാതിയും അവിടെ നിന്നും പോവാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് അങ്ങനെ മേഘനും മഞ്ജുവും കമലേശ്വരത്ത് എത്തുകയാണ്. അപ്പൊ അവരെ കാണുന്നതും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ കരുണയ്ക്കും ദുർഗയും. അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് വരുന്നത് കാണുമ്പോൾ വേറെ ആരും കൂടെ ഇല്ലല്ലോ എന്ന് കരുണ ചോദിക്കുമ്പോൾ, സീമന്തിനി എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലരെയൊക്കെ കാണേണ്ടി വരുമല്ലോ, സ്വന്തം പെങ്ങളുടെ കാര്യത്തിന് സഹകരിക്കാത്ത ഒരാങ്ങളെയും ഭാര്യയും, അതുകൊണ്ടാണ് അവർ കൂടെ വരാത്തത് എന്ന് കരുണയ്ക്ക് മറുപടി നൽകുകയാണ് ദുർഗ. ശേഷം ഹണിമൂൺ ട്രിപ്പ് എവിടേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് കരുണ മേഘനോടായിട്ട് ചോദിക്കുമ്പോൾ, അങ്ങനെ ആഗ്രഹിക്കുന്ന സ്ഥലത്തൊന്നും എനിക്ക് പോകാൻ പറ്റില്ലല്ലോ മോളെ, എനിക്കിപ്പോൾ ജോലിയൊന്നും ഇല്ലല്ലോ, ഉള്ള ജോലിയിൽ നിന്നും എന്നെ പിരിച്ചുവിട്ടു എന്ന് മേഘൻ പറയുമ്പോൾ, ഒരുത്തിയുടെ ഉപദേശം കാരണം അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് അവൻ എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. ഇതേ സമയം കണ്ണൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. തുടർന്ന് സഹധർമ്മിണി എവിടെയെന്ന് ദുർഗ കണ്ണനോടായിട്ട് ചോദിക്കുമ്പോൾ, കണ്ണൻ പോകുന്നിടത്തൊക്കെ ഇനി മഹാലക്ഷ്മിയും കാണുമെന്ന് കണ്ണൻ പറയുന്ന സമയത്ത് തന്നെ മഹിയും അവിടേക്ക് വരുന്നുണ്ട്. മേഘനെ തന്നെ തറപ്പിച്ചു നോക്കുന്നുണ്ട് കേട്ടോ മഹി. കല്യാണം ആർഭാടമായിട്ട് നടന്നല്ലോ, ഞാൻ പങ്കെടുത്തില്ലെങ്കിലും എന്ന് കണ്ണൻ പറയുമ്പോൾ, കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ നീ കണ്ടോ കണ്ണാ എന്ന് മേഘൻ ചോദിക്കുമ്പോൾ, ഒരിക്കലും ഇല്ല, എനിക്കത് കാണേണ്ടവും ആവശ്യവുമില്ല എന്നുള്ള കണ്ണന്റെ മറുപടി കേട്ട് ചമ്മി പോകുന്നുണ്ട് കേട്ടോ മേഘനും ദുർഗയും മഞ്ജുവും ഒക്കെ. തുടർന്ന് നീ ഇവളെയും കൂട്ടി വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറയാം, ഇതുവരെ നമ്മുടെ കമ്പനിയിൽ ഒരു ചെക്ക് പാസ്സാവണമെങ്കിൽ എൻ്റെ സൈൻ വേണമായിരുന്നു, സൈനിങ് അതോറിറ്റി എനിക്കായിരുന്നു, പക്ഷേ ഇനി മുതൽ മറ്റൊരാൾക്ക് കൂടി ഞാൻ ആ പവർ കൊടുത്തിട്ടുണ്ട്, വേറെ ആരുമല്ല, ഇയാൾ തന്നെ സൈനിങ് അതോറിറ്റി മാത്രമല്ല നമ്മുടെ കമ്പനിയുടെ ഒരു 60% ഷെയർസും ഇയാളുടെ പേരിലാക്കുകയാണ് എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് ഞെട്ടിത്തെരിക്കുന്നുണ്ട് കേട്ടോ കരുണയും മഞ്ജുവും മേഘനും ദുർഗയൊക്കെ. ഇത് കാണുന്ന കണ്ണനാണെങ്കിൽ, നിങ്ങൾ ആരും ഞെട്ടണ്ട, നിങ്ങൾക്ക് തരാനുള്ള പങ്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നിരിക്കും, എന്നാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കാലശേഷവും എൻ്റെ സമ്പാദ്യത്തിന്റെ 3/4 കൈയാളുന്നത് മഹി ആയിരിക്കും, കോടികളുടെ സമ്പാദ്യമുണ്ട്
കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അതിന്റെ കാൽഭാഗം എല്ലാവർക്കും കൂടി തന്നാലും നിങ്ങളുടെ ഇനിയുള്ള കാലം ജോലി ചെയ്താതെ ആർഭാടമായിട്ട് ജീവിക്കാനുള്ള വകയുണ്ട് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ നീ ബെല്ലും ബ്രേക്കും ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ദുർഗ പറയുന്നു. ഞാനും അത് പറയാൻ തുടങ്ങുമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘനം. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ, അതിനിടയിൽ സ്വന്തം ഭാര്യയെ പരിധി വിട്ടാണ് നീ സ്നേഹിക്കുന്നത്. നീ നിന്റെ സമ്പാദ്യം മുഴുവൻ നിന്റെ ഭാര്യയ്ക്ക് തീരെഴുതി കൊടുക്കുകയാണെന്നെല്ലാം ദുർഗ കലുതുള്ളിക്കൊണ്ട് പറയുമ്പോൾ എനിക്ക് ഒന്നും വേണ്ട, അത് ഞാൻ 1000 വട്ടം കണ്ണേട്ടനോട് പറഞ്ഞതാണ്. എനിക്ക് വേണ്ടത് കണ്ണേട്ടനെ മാത്രമാണ്. ഇനി സ്വത്തെല്ലാം നിങ്ങൾക്ക് എഴുതി തന്നിട്ട് ഒരു കുടിലിലേക്ക് വന്നാലും ആ കുടിലിൽ കണ്ണേട്ടനുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നവളാണ് ഞാൻ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നും മഹി അവർക്ക് നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ സംസാരിച്ചാണ് നിങ്ങൾ കണ്ണേട്ടനെ കുപ്പിയിലാക്കിയത് എന്ന് മഞ്ജുവും പറയുമ്പോൾ ഈ മനോഭാവത്തിനൊക്കെ മാറ്റം ഉണ്ടായാൽ മാത്രമേ നീയൊക്കെ നന്നാവൂ. നിന്റെ കല്യാണം ഗംഭീരമായിട്ട് നടത്തിയതിന് ശേഷം 1 മാസത്തെ ഹണിമൂൺ ട്രിപ്പിനുള്ള ഏർപ്പാടും ഞാൻ ചെയ്തു തന്നേനെ. പക്ഷേ നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി അത് അതിന്റെ അവകാശി ഇവനാകാൻ പാടില്ലായിരുന്നു എന്നും കണ്ണൻ വെട്ടി തുറന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മഞ്ജു പറയുന്നുണ്ട്, ഇവര് പറഞ്ഞതുപോലെ മറ്റുള്ളവരെ പുകഴ്ത്തി സംസാരിക്കാനുള്ള വാക്കുകളൊന്നും എനിക്കറിയില്ല, എനിക്ക് അതിന്റെ ആവശ്യവുമില്ല. എൻ്റെ മേക്കേട്ടൻ എവിടെ താമസിച്ചാലും മേക്കേട്ടൻ്റെ ഒപ്പം താമസിക്കുന്നതാണ് എൻ്റെ ഇഷ്ടം, അതാണ് എൻ്റെ സമ്പത്തും എന്ന് മഞ്ജു പറയുമ്പോൾ നീ ഇപ്പോൾ പറഞ്ഞത് മുന്നോട്ടുള്ള നിങ്ങളുടെ യാത്രയിൽ ആത്മവിശ്വാസത്തോടെ നിനക്ക് പറയാമെങ്കിൽ നിനക്കും ഇവനും വേണ്ടതെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് മുൻപിലെത്തും. മറിച്ചാണെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഒരു ചില്ലി കാശ് പോലും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടെ നിന്നും പോവാണ് കേട്ടോ. അങ്ങനെ മഹിയും കണ്ണനോടൊപ്പം പോകാൻ തുടങ്ങുമ്പോൾ നീ എല്ലാം തട്ടിയെടുത്തു അല്ലേ എന്ന് കരുണ കലുതുള്ളി ചോദിക്കുമ്പോൾ തട്ടിയെടുത്തതല്ല എല്ലാം തന്നതാണെന്ന് കുറുക്കി കൊള്ളുന്ന മറുപടി കരുണയ്ക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ മഹി. ശേഷം അവൻ ഇത് എന്തിന്റെ പുറപ്പാടാ മേഘ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ അവൻ അവന്റെ അടത്തറ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പച്ചി എന്ന് പറയുന്നുണ്ട് മേഘൻ. ഇതുപോലൊരു പെൺകോന്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് മഞ്ജു പറയുമ്പോൾ ഇതൊന്നും അറിയാതെ ഒരാൾ മുകളിൽ ഇരിപ്പുണ്ട്, അമ്മയുടെ ഇളയ മോൻ, അയാളോട് ഞാൻ എല്ലാം പോയി പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ കലുതുള്ളിക്കൊണ്ട് മുകളിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ കരുണ പോകുന്നത് കാണുന്ന ദുർഗയാണെങ്കിൽ ഇനി ഇതിന്റെ പേരിൽ മോൾ ഇറങ്ങി പോവോ എന്ന് ദുർഗ പറയുമ്പോൾ ഈ വീട്ടിൽ നിന്ന് പോകേണ്ടത് കണ്ണനും അവന്റെ തലയ്ക്ക് നെല്ലിക്കാൾത്തളം വെച്ച മഹാലക്ഷ്മിയാണെന്ന് മേഘനും പറയുന്നുണ്ട്. പിന്നീട് കരുണ ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മാസാമാസം ഇനി ശമ്പളം വാങ്ങണമെങ്കിൽ നിങ്ങൾ ഏട്ടന്റെ മാത്രമല്ല അവളുടെയും മുന്നിൽ കൈ നീട്ടണം. സ്വത്തിന്റെ നല്ലൊരു ഭാഗം നിങ്ങളുടെ ഏട്ടൻ അവളുടെ പേരിലേക്ക് എഴുതി വെക്കാൻ പോവാണ്. ഇനി അവളും കൂടി ചെക്കിൽ സൈൻ ചെയ്താൽ മാത്രമേ അത് പാസ്സാവൂ എന്ന് കരുണ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. എടിപിടിന്ന് അയാളിത് എന്തിനുള്ള പുറപ്പാടാന്ന് ഉണ്ണിയും ചോദിക്കുമ്പോൾ അത് ചെന്ന് ചോദിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്ന് മുഖത്തടിച്ചതുപോലെ കരുണയും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇറങ്ങേണ്ടി വരും. എനിക്ക് പക്ഷെ പോകാനായിട്ട് എൻ്റെ വീടുണ്ട്, നിങ്ങളെങ്ങോട്ട് പോകും? മേഘേട്ടൻ ഇത് അറിഞ്ഞോ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ എല്ലാവരും അറിഞ്ഞു. ആർക്കും പക്ഷെ അയാളുടെ മുന്നിൽ ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ അമ്മയ്ക്ക് പോലും സ്വത്തും ബിസിനസ്സും ഒക്കെ ഇനി അവൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അവളിപ്പോൾ കോടീശ്വരിയായി, ഇനി ഈ തറവാടും അവളുടെ പേരിലാവും. അതിനുശേഷം അവളുടെ അധികാരത്തിലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിക്ക് നേരെ ശരിക്കും പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ കരുണ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരുന്നു ഞങ്ങൾക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് അയാളെ കൊല്ലാനായിട്ട് ഞങ്ങൾ നോക്കിയതെന്ന് ഉണ്ണി പറയുമ്പോൾ എന്നിട്ട് ഒന്നിനും നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. അയാളും അവൾക്കും പാദസേവ ചെയ്യാനേ നിങ്ങൾക്കൊക്കെ പറ്റൂ, പക്ഷെ അതിന്റെ കാര്യം എനിക്കില്ല എന്നെല്ലാം കരുണ പറയുമ്പോൾ എല്ലാം ഇങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് നീ പോകരുത് കരുണേ, ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നെല്ലാം ഉണ്ണി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്ന് മഹാറാണിയായിട്ടാണ് അവൾ അയാളുടെ കൂടെ നിന്നത്. അങ്ങനെയുള്ള സന്തോഷങ്ങൾ എനിക്ക് തരാനായിട്ട് നിങ്ങളെക്കൊറ്റു പറ്റുമോ? നിങ്ങളുടെ ഏട്ടൻ്റെ മുന്നിൽ നിന്ന് ഈ തോന്നിവാസത്തെക്കുറിച്ച് ചോദിക്കാനായിട്ടുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടോ ഇതിന് എന്നെല്ലാം കരുണ മുഖത്തടിച്ച് ചോദിക്കുമ്പോൾ ഇതിന് തക്ക തിരിച്ചടി അയാൾക്ക് കൊടുത്തിരിക്കും എന്ന് ഉണ്ണി പറയുമ്പോൾ പിന്നെ കൊടുക്കും, അവർക്ക് ഓരോന്ന് കൊടുക്കാൻ നോക്കി തിരിച്ച് നമുക്കിട്ടാണ് ഓരോന്ന് കിട്ടുന്നത്. ഞാൻ ഭയന്നതുപോലെ എല്ലാം സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു, എല്ലാം പോയി. ഇനി ഈ വീട് കൂടി ഈ തറവാട് വീട് കൂടി മഹാലക്ഷ്മി ഭരിക്കും, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അവളുടെ ലക്ഷ്മി പൂജ ചെയ്യാമെന്നെല്ലാം കരുണ ഉറഞ്ഞു തുള്ളുന്നുണ്ട് കേട്ടോ ഉണ്ണിയുടെ മുന്നിൽ. തുടർന്ന് ആത്മഹത്യ ചെയ്യാനായിട്ട് എനിക്ക് മടിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ എന്നെ ഒന്ന് കൊന്നു തരുമോ? നിങ്ങളെ എനിക്ക് കാണണ്ട, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും, പിന്നെ ഒരു കാരണവശാലും ഞാൻ ഇങ്ങോട്ടേക്ക് തിരികെ വരില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ തൻ്റെ കൺമുന്നിൽ നിന്നും ആട്ടി ഇറക്കി വിടുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. ശേഷം മുറിയിലെ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് സമനില തെറ്റി പോകുന്നുണ്ട് കേട്ടോ കരുണയ്ക്ക് ശരിക്കും. പിന്നീട് പ്രതാപൻ മേഘനോടും വാമനോടുമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോൾ എന്നെ വിളിച്ചപ്പോൾ അവളെ ഒരു തരത്തിലാണ് ഞാൻ സമാധാനിപ്പിച്ച് നിർത്തിയതെന്ന് പ്രതാപൻ പറയുമ്പോൾ ഞാനും
ഉണ്ണി പറഞ്ഞിട്ട് കരുണയെ വിളിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ. അന്ന് മേഘൻ വണ്ടി കയറിയില്ലായിരുന്നെങ്കിൽ കണ്ണൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എന്ന് പ്രതാപൻ പറയുമ്പോൾ അതൊക്കെ വലിയ റിസ്ക് അല്ലേ എന്ന് വാമൻ ചോദിക്കുമ്പോൾ എത്ര റിസ്ക് എടുത്തായാലും ശരി എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീര് തുടയ്ക്കണം, അതിനെന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് തന്നെ പ്രതാപൻ പറയുന്നുണ്ട്. തലനിരയൊക്കെയാണ് അന്ന് നമ്മൾ കേസിൽ നിന്നും രക്ഷപ്പെട്ടത്, അതും ആ മഹാലക്ഷ്മിയുടെ കരുണ കൊണ്ട്. ഇനി കാര്യങ്ങളൊന്നും അത്ര ഈസി ആയിരിക്കില്ല എന്ന് മേഘൻ പറയുമ്പോൾ ഇനി എൻ്റെ ലോറിയല്ല അവൻ്റെ ദേഹത്തേക്ക് കയറാൻ പോകുന്നത്, അതിനു വേണ്ടിയിട്ട് ഞാനൊരു ലോറി വിലക്കെടുക്കും, പിന്നെ വാങ്ങിക്കുന്ന കാശിന് നന്ദിയുള്ളവരെ ജോലിക്ക് വെക്കും, കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ളവരെ വെക്കും എന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട്. തുടർന്ന് കണ്ണനോടൊപ്പം മഹാലക്ഷ്മിക്ക് കൂടി സ്വത്തുക്കളൊക്കെ സ്വന്തമാകാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ കരുണമോൾക്ക് മാത്രമല്ല നമുക്കും താങ്ങാൻ പറ്റുന്നില്ല എന്നുകൂടി പ്രതാപൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. മഹാലക്ഷ്മിയെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പലതും ചെയ്യുന്നത്, നാളെ അവൻ എന്തെങ്കിലും സംഭവിച്ചാലും മഹാലക്ഷ്മി ആയിരിക്കണം എല്ലാത്തിൻ്റെയും അവകാശി എന്ന വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടിയാണ് കണ്ണൻ നീങ്ങുന്നത് എന്ന് മേഘൻ പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാം അവൾക്ക് കൂടി കൈമാറുന്നതിന് മുൻപ് അവനെ തട്ടിക്കളയാനായിട്ട് തീരുമാനിക്കുന്നത്. ഇനി പിഴവ് പറ്റില്ല എന്ന് പ്രതാപൻ പറയുമ്പോൾ എൻ്റെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് സഹായത്തിനും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് മേഘൻ പറയുമ്പോൾ ഒന്നും വേണ്ട, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, ഈ കൊലപാതകത്തിൻ്റെ പേരിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും നിങ്ങളുടെ ഈ ഗൂഢാലോചനയിൽ നിങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയില്ല, ഞാൻ തനിച്ചു പോയിട്ടുള്ള ജയിലിൽ കിടന്നോളാം, എങ്കിലും എനിക്ക് വലുത് എൻ്റെ മോളുടെ സന്തോഷമാണ്. മഹാലക്ഷ്മി ഇപ്പോൾ എൻ്റെ മോളേക്കാൾ ഒരുപാട് മുകളിലാണ്, ഇനി അതിൻ്റെ കൂടെ അവൾക്കും എൻ്റെ മരുമോനും ചിലവിന് വേണ്ടിയിട്ട് അവളുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനേതറ്റം വരെ ഞാൻ പോകുമെന്ന് ദൃഢനിശ്ചയം എടുത്ത് പ്രതാപൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രതാപൻ പോയതിന് ശേഷം അവനെ ശരിക്കൊന്ന് ചൂട് പിടിപ്പിച്ച് നിർത്തണം, അവൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് പോയിട്ട് ജയിലിൽ കിടക്കട്ടെ, അതിൻ്റെ നേട്ടം പക്ഷെ ഉണ്ടാകാൻ പോകുന്നത് നമുക്കാണെന്നെല്ലാം വാമൻ പറയുമ്പോൾ പക്ഷെ എല്ലാം സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാൻ. മഹാലക്ഷ്മിക്കും കണ്ണനും മനുഷ്യരും മാത്രമല്ല ദൈവങ്ങളും കൂട്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘനാഥൻ. എന്തായാലും പ്രതാപന്റെ ഇത്തവണത്തെ കണ്ണനെ കൊല്ലാനുള്ള ഈ ഒരു പ്ലാനും പൊളിഞ്ഞു പോകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്